സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച് രാജ്യസ്നേഹികളുടെ ഓർമ്മകളുമായി 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് എറണാകുളം ജില്ല. കാക്കനാട് സിവിൽ സ്റ്റേഷൻ പരേഡ് ഗ്രൗണ്ടിൽ മന്ത്രി പി രാജീവ് പരേഡിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ദേശീയ പതാക ഉയർത്തി. ന്യൂനപക്ഷ അവകാശങ്ങൾ എത്രമാത്രം സംരക്ഷിക്കപ്പെടുന്നു എന്നതാണ് ജനാധിപത്യത്തിന്റെ കാര്യക്ഷമതയുടെ അളവുകോലെന്ന് മന്ത്രി പി രാജീവ്. വയനാട് ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ സഹോദരങ്ങൾക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ടാണ് ജില്ലയുടെ ചുമതലയുള്ള വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകിയത്. കാക്കനാട് സിവിൽ സ്റ്റേഷൻ പരേഡ് ഗ്രൗണ്ടിൽ മന്ത്രി പി രാജീവ് പരേഡിനെ അഭിവാദ്യം ചെയ്തു. ദേശീയ പതാക ഉയർത്തിയ ശേഷം പരേഡ് പരിശോധിച്ചു. തുടർന്ന് വിവിധ പ്ലട്ടൂണുകളുടെ മാർച്ച് പാസ്റ്റിൽ മന്ത്രി അഭിവാദ്യം സ്വീകരിച്ചു. നമ്മുടെ രാജ്യത്തിന്റെ സൗന്ദര്യം വിവിധ സംസ്ഥാനങ്ങളുമായി ചേരുന്നതാണ്. അതുകൊണ്ടാണ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നതെന്നും ഇന്ത്യയുടെ ആശയത്തിന് കരുത്തു പകരുന്നത് ഓരോ സംസ്ഥാനങ്ങളുടെയും ആവേശഭരിതമായ ഇടപെടലുകളാണെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. ഇന്ത്യ എന്ന ആശയം അതാണ് സ്വാതന്ത്ര്യത്തോട് ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായി നമ്മളിൽ ഓരോരുത്തരിലും അർപ്പിതമായ ഉത്തരവാദിത്തം. ഇന്ത്യ എന്ന ആശയത്തിന്റെ മുഖം ഏകമുഖമല്ല, ബഹുമുഖമാണ്. അവന്റെ സംഗീതം ഏകസ്വരമല്ല, ബഹുസ്വരമാണ്. അവന്റെ സൗന്ദര്യം വൈവിധ്യമാണ്, നാനത്വത്തിൽ ഏകത്വമാണ്. അതിന്റെ പല മാനങ്ങൾ ജനാധിപത്യത്തിലും മതനിരപേക്ഷതയിലും ഫെഡറലിസത്തിലും അടിസ്ഥാന തത്വങ്ങളിൽ വിളക്കി ചേർക്കപ്പെട്ടിരിക്കുന്നു. ഇവയോരോന്നും സംരക്ഷിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. 1948 മഹാത്മജിയുടെ രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മകളിൽ നിന്ന് മനുഷ്യനെ ഒരേപോലെ കാണുന്ന ചിന്തയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലാ കളക്ടർ NSK ഉമേഷ്, സിറ്റി പോലീസ് കമ്മീഷണർ S ശ്യാംസുന്ദർ എന്നിവരും പരേഡിനെ അഭിവാദ്യം ചെയ്തു. 30 പ്ലട്ടൂണുകളും 3 ബാൻഡ് സംഘവുമാണ് പരേഡിൽ അണിനിരന്നത്. THQ ക്യാമ്പ്, കൊച്ചി സിറ്റി, എറണാകുളം റൂറൽ ലോക്കൽ പോലീസ്, കൊച്ചി സിറ്റി ലോക്കൽ പോലീസ്, എറണാകുളം റൂറൽ വനിതാ പോലീസ്, കൊച്ചി സിറ്റി ലോക്കൽ വനിതാ പോലീസ്, കേരള ആംഡ് പ്ലട്ടൂൺ തൃപ്പൂണിത്തുറ ബറ്റാലിയൻ, എക്സൈസ്, സി കേഡറ്റ്സ് കോപ്സ്, 21 കേരള NCC ബറ്റാലിയൻ തുടങ്ങി ആയുധങ്ങളോടെയുള്ള 9 പ്ലട്ടൂണുകളും, ഫയർ ആൻഡ് റെസ്ക്യൂ ടീം കേരള, കേരള സിവിൽ ഡിഫൻസ് ടീം കേരള, സി കേഡറ്റ് കോർപ്സ്, വിവിധ സ്കൂളുകളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്സ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, റെഡ് ക്രോസ് തുടങ്ങി 19 നിരായുധ പ്ലട്ടൂണുകളുമാണ് പരേഡിൽ പങ്കെടുത്തത്. സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും മുൻ സൈനികർക്കും ആശ്രിതർക്കും സംസ്ഥാന സർക്കാർ നൽകി വരുന്ന വിവിധ ധനസഹായ പദ്ധതികൾക്കായി സ്വരൂപിക്കുന്ന സായുധ സേന പതാക നിധിയിലേക്ക് ജില്ലാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ തുക സംഭരിച്ച സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാരം മന്ത്രി പി രാജീവ് വിതരണം ചെയ്തു. നാറളൂർ ബത്ലഹേം ദയറ HSSലെ വിദ്യാർത്ഥികളും കളക്ടറേറ്റ് ജീവനക്കാരുടെ സംഘവും ദേശഭക്തി ഗാനം ആലപിച്ചു. മികച്ച പ്ലട്ടൂണുകൾക്കും ബാൻഡ് ടീമുകൾക്കുമുള്ള പുരസ്കാര വിതരണവും മന്ത്രി നിർവഹിച്ചു. പരേഡ് കമാൻഡർ R രാജേഷ് പരേഡിന് നേതൃത്വം നൽകി. MP ജബി മേത്തർ, MLA ഉമാ തോമസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ, അസിസ്റ്റന്റ് കളക്ടർ അഞ്ജിത് സിംഗ്, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ആശ C എബ്രഹാം, ഡെപ്യൂട്ടി കളക്ടർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. 1ാം വാർഷികത്തിന്റെ നിറവിൽ നമ്മുടെ സ്വന്തം നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് MG റോഡ് വെറും 1% മാത്രം നൽകിക്കൊണ്ട് നിങ്ങൾക്ക് സ്വർണ്ണവില ബ്ലോക്ക് ചെയ്യാം. ഇനി ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. ഓഗസ്റ്റ് 17 മുതൽ ഓഗസ്റ്റ് 25 വരെ. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.